പുളിഞ്ചി അഥവാ ഇഞ്ചിപ്പുളി സദ്യവട്ടക്കൂട്ടങ്ങളിലെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് നമ്മൾ ഈ ഇഞ്ചിപ്പുളി അഥവാ പുളിയിഞ്ചി. നല്ല അസല് എരിവും പുളിയും മധുരമുള്ള പുളിയിഞ്ചി നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. എണ്ണ, കടുക്, ഉലുവ, അലുവ, കറിവേപ്പില, അലുവ വേണ്ട കറിവേപ്പില, ഇതെല്ലാം ചൂടായി വന്ന കടായിലോട്ട് ഓരോന്നോരോന്നായി നിക്ഷേപിക്കുക. കടുകിൻ്റെ ചാടിക്കളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉലുവ ഇടാം. അതിനുശേഷം കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് കുനുകുനാ അരിഞ്ഞത് ചേർക്കാം. ഏതാണ്ടതൊരു പരുവമായി തീരുമ്പോൾ അതിലോട്ട് അരിച്ചെടുത്തിട്ടുള്ള പുളി, അരിച്ചെടുത്തിട്ടുള്ള ശർക്കര, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കുക. ഇളക്കിയൊരു പുളിയിഞ്ചിയുടെ പരുവത്തിലാക്കിയിരിക്കുക. അപ്പോഴേക്കും നമ്മളൊരു പരുവാകും. എന്തൊക്കെ പറഞ്ഞാലും പുളിയിഞ്ചി നമ്മളെ ജീവിതമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. കാരണം എന്താ അറിയോ, നമ്മളെ ജീവിതം പോലെ തന്നെ എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഇഞ്ചിപ്പുളി നിമിഷ നേരങ്ങൾക്കുള്ളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വറ്റൽമുളകും അരി വറുത്തും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. നമ്മൾ തെക്കൻ കേരളക്കാരുടെ ഇഞ്ചിപ്പുളി, നമ്മളെ വടക്കൻ കേരളക്കാരുടെ പുളിയിഞ്ചി ഇവിടെ തയ്യാറായിരിക്കുന്നത്. നല്ല സ്വാദുള്ള അടിപൊളി പുളിയിഞ്ചി. ഇനി നമുക്ക് കുറച്ച് മാങ്ങച്ചാറിടാം. ഇത് ഇപ്പാൻ്റെ സ്റ്റൈലൊരു മാങ്ങച്ചാറാണ്. വായിൽ കപ്പലുകൊള്ളുന്ന മാങ്ങച്ചാറ്. ഇതും സദ്യയിലെ ഒരു സ്പെഷ്യലാണ് കേട്ടോ.